ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇങ്ങനെ സത്യനോട് സംസാരിക്കുമ്പോൾ സാവിത്രി പറയണേ, എൻ്റെ മകളുടെ വിവാഹക്കാരെ അടുക്കുമ്പോൾ അതൊക്കെ മുടങ്ങി പോകുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത്. ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണല്ലോ എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഹിന്ദു കയറി വരുന്നത്. അങ്ങനെ ഹിന്ദുവിനെ ഇങ്ങനെ സത്യം നോക്കണം കേട്ടോ. ഇതേ സമയം സങ്കടത്തോടു കൂടി മുഖം താഴ്ത്തി നിൽക്കുമ്പോൾ ഹിന്ദുവിനോട് പറയണേ, എന്തിനാ ഹിന്ദു നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഇതൊക്കെ ഓരോ യാദൃശികമായി വരുന്ന ഓരോ സംഭവങ്ങളല്ലേ, അല്ലാതെ അറിഞ്ഞും കൊണ്ട് ആരും ചെയ്യുന്നതല്ലല്ലോ. അതുകൊണ്ട് നിൻ്റെ വിവാഹ സമയം എപ്പോഴാണ് അത് ആ സമയം തന്നെ നടന്നിരിക്കും. പിന്നെ ഇപ്പോഴെന്താ പേടിക്കാനുള്ളത്? ഇപ്പോഴങ്ങനെ മരിച്ചെന്ന് കരുതിയിട്ട് ഇപ്പോൾ താലികെട്ട് ചടങ്ങ് നമുക്ക് ചെറുതായിയൊക്കെ അങ്ങ് നടത്താലോ എന്ന് പറയുമ്പോൾ അവിടെ അത് ഒരിക്കലും സത്യൻ്റെ വായിൽ നിന്നും വീണ് കിട്ടുമെന്നിങ്ങനെ സച്ചി ചിന്തിച്ചില്ല കേട്ടോ. അപ്പോൾ സച്ചി പറയണേ, അല്ല സത്യ, ഞാനൊരു കാര്യം പറയട്ടെ, നിൻ്റെ അമ്മ എന്നൊക്കെ പറയുമ്പോൾ സാഹചര്യങ്ങളല്ലേ ഓരോന്നിലോട്ട് എത്തിക്കുക. വിവാഹം നടന്നാൽ പോരെ? വിവാഹം ഇപ്പോൾ ഒരു അമ്പലത്തിൽ ചെന്ന് ചെറുതായി ഒന്ന് താലി കെട്ടിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ സച്ചി പറയണേ, എൻ്റെ അമ്മാവനാണെങ്കിൽ 6 മാസം കഴിഞ്ഞല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല എന്ന് പറയുന്നു. എന്നാൽ ഈ സമയം ഇവിടെ ആരും തന്നെ ഇല്ല, അവരിനി സഞ്ചയനത്തിന് വരുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് അവരുടെ മകനെ. അപ്പോൾ അതുവരെ ഞങ്ങൾ ഇവിടെ ആയിരിക്കും, വിവാഹത്തിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അമ്മാവൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ സത്യം പറയണേ, എൻ്റെ അങ്കിളെ ഇക്കാര്യത്തിലൊന്നും വിഷമിക്കേണ്ട, വിവാഹം ഒരു ചടങ്ങായി നടത്തിയാൽ മതി, പിന്നീടാവാലോ നമുക്ക് ഇതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ തീർന്നതിന് ശേഷവും നമുക്കൊരു റിസപ്ഷൻ വേണമെങ്കിൽ വെക്കാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് സത്യന് ഒരു ഉറപ്പ് കൊടുക്കുന്നത് പോലെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒത്തിരി സമാധാനമാവുകയാണ് കേട്ടോ സാവിത്രിക്കും. ഈ സമയം സച്ചി അപ്പോഴാണ് ഗോകുൽ വെള്ളവുമായി വരുന്നത്. സത്യ, ഈ വെള്ളം കുടിക്കുകയെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ നീ തന്നെയാണോ? ഇവിടെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്നിങ്ങനെ ഗോകുൽ പറയാൻ കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ സാവിത്രി ചോദിക്കുകയാണ്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിൻ്റെ അമ്മ ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ എന്തെങ്കിലും എതിർപ്പ് പറയുമോ? നിൻ്റെ അമ്മയ്ക്ക് എല്ലാ പരിപാടികളും നല്ല സന്തോഷത്തോടു കൂടി നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അപ്പോൾ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അമ്മക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് പറയണ്ട. എന്നാൽ ഈ സമയം സത്യൻ്റെ മുഖത്തോട്ട് ശ്യാമ നോക്കുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ശ്യാമ ഇത് നോക്കുമ്പോൾ അവിടെ കണ്ടിട്ട് കാണിക്കാനായിട്ട് അപ്പോൾ ശ്യാമ ഉടൻ തന്നെ പറയണേ, സുശീലാൻറ്റിക്ക് അങ്ങനെയൊന്നുമില്ല, വിവാഹം കറക്റ്റ് സമയത്ത് ചെറിയ ചടങ്ങാണെങ്കിലും നടത്താം എന്നൊക്കെ സുശീലാൻറ്റിയും പറഞ്ഞിരിക്കുന്നതെന്ന് പറയാനായിട്ടോ. എന്നാൽ ഈ സമയം ദയക്ക് എങ്ങനെ നോക്കിയാലും മനസ്സമാധാനം കിട്ടുന്നില്ല. ഇനിയിപ്പോൾ രഘു എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്നറിയായിട്ട് ദയക്ക് സമാധാനം കിട്ടാത്തത് കൊണ്ട് തന്നെ ദയ പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കണം. ആ ഒരു പഞ്ചരത്നത്തിൽ രഘു ആ ഒരു സ്വർണം മോഷ്ടിച്ചിട്ടുണ്ടോ എന്നുള്ള ആ ഒരു അത്യാഗ്രഹവും ഒക്കെ ദയയുടെ ഉള്ളിൽ ഇങ്ങനെ ദയല്ലാതായി മാറണം കേട്ടോ. ദയയുടെ ഉള്ളിൽ തോന്നണം. പിന്നീട് ദയ ആരും കാണാതെ തൻ്റെ ഫോണെടുത്ത് മുറ്റത്തോട്ട് ഓടുക. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ സാവിത്രിക്ക് വിളിക്കണേ. എന്നിട്ട് സാവിത്രി ആൻറ്റി, എന്താ മോളെ നീ വിളിച്ചത്? അതെ, ഇന്ന് പഞ്ചരത്നത്തിലോട്ട് പോകുന്നുണ്ട്, ആ മാഷ് എവിടെ ഉണ്ടല്ലോ, മാഷിന് എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ വേണ്ടി പോകണം. എന്നാൽ സാവിത്രി ആൻറ്റി അവിടെ പോകുമ്പോഴേ എൻ്റെ അമ്മയുടെ ഫോട്ടോയുടെ മുന്നിലിരിക്കുന്ന ആ ഒരു ആഭരണപ്പെട്ടി ഉണ്ടല്ലോ, ആ പെട്ടിയിൽ സ്വർണ്ണമുണ്ടോ എന്ന് നോക്കണം, എന്നാൽ അതിൽ നിന്ന് സ്വർണ്ണം എടുക്കരുത് എന്ന് പറയണം കേട്ടോ. എന്നാൽ ഈ സമയം ഇതങ്ങ് കേൾക്കുമ്പോൾ സാവിത്രി ശരിക്കും ഞെട്ടണം കേട്ടോ. ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള സംസാരം ഇന്നേ വരെ പഞ്ചരത്നത്തിൽ ആരും തന്നോട് സംസാരിച്ചിട്ടില്ല എന്ന ആ ഒരു ഇതാവുകയാണ് കേട്ടോ. ഇതേ സമയം കുഞ്ഞ്, നീ എന്താ പറയുന്നത്? അല്ല ആൻറ്റി, അതൊന്ന് നോക്കിയിട്ട് എനിക്ക് വിളിക്കുമോ? ഞാനവിടെ ചെല്ലട്ടെ എന്നിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് ദയ അങ്ങ് തിരിയുമ്പോൾ ദയ തമ്പായുടെ ദേഹത്തായിരിക്കൂട്ട തട്ടത്. അതോടുകൂടി ദയ അയ്യോ എന്ന് പറഞ്ഞ് അങ്ങ് നിലവിളിക്കാണ്. അയ്യോ, നീ നിലവിളിക്കൊന്നും വേണ്ട, എന്തായാലും പേടിക്കാനൊന്നുമില്ല, ഇത് ഞാൻ തന്നെയാണ്. ആ ആഭരണ പെട്ടി അവിടെ നിന്ന് ആരും കൊണ്ടുപോകുന്നത് താൻ വിചാരിക്കേണ്ട, അതിലൊരാൾക്കും തൊടാൻ കഴിയില്ല, അത് അവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറയണേട്ടോ. ഇതേ സമയം ദയ അങ്ങ് ഞെട്ടി നിൽക്കണം. അങ്ങനെ ദയ ഇയാളെ കാണുമ്പോൾ പേടിയോടുകൂടി അകത്തോട്ട് കയറി ചെല്ലാണ്. അങ്ങനെ തമ്പായി അകത്ത് വരുമ്പോൾ അനുപമ എന്താ ഇവിടെ ഓടുന്നതെന്ന് അറിയാൻ വേണ്ടി അനുപമ പുറത്തോട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ തന്നെ തമ്പായി ആണെന്ന് കാണുമ്പോൾ തമ്പായി അകത്ത് കയറിയില്ലല്ലോ. അങ്ങനെ തമ്പായി ഒരു സൈഡിൽ ചെന്നിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവിടെ ആരുമില്ലേ, എവിടെ ഇവിടുത്തെ അനന്തമാഷിൻ്റെ അനന്തരവൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ രഘുട്ടൻ പുറത്ത് പോയിരിക്കുകയാണെന്ന് ഇങ്ങനെ പറയണേ അമ്പിളി. അപ്പോൾ ഉടൻ തന്നെ അയാൾ പറയണേ, തമ്പായി പറയണേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇത് പല ഇതും ഉള്ള ഒരു വീടാണ്, ഈ ഒരു മനയാണ്. ആ മനയിൽ പല പിശാചുക്കളുടെ ശല്യമൊക്കെ കണ്ടേക്കാം. അതുകൊണ്ട് ഇവിടെ ഒരു ആൺതരിയില്ലാതെ ആരും തന്നെ ഇവിടെ താമസിക്കരുത്, അയാളൊന്ന് തിരിച്ചു വരില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ അമ്പിളിക്കും അനുപമയ്ക്കൊക്കെ ഇങ്ങനെ പേടി തോന്നുന്ന ആ ഒരു ഇതിലാണ് കേട്ടോ സംസാരിക്കുന്നത്.
അപ്പോൾ ഉടൻ തന്നെ ദയക്കിതിങ്ങനെ ദേഷ്യം വരാനുണ്ട് ഇയാളുടെ സംസാരം കേൾക്കുമ്പോൾ. അങ്ങനെ ഉടൻ തന്നെ ദയ പറയുന്നുണ്ട്, ഇങ്ങനെ പതുക്കെ പറയുന്നുണ്ട്, ഇയാളിതിങ്ങനെ വരുന്നത് എന്നെ പേടിപ്പെടുത്താൻ വേണ്ടി, എന്തിനും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇങ്ങനെ ദയ പറയുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ മനയിൽ നിങ്ങൾ ആരെയും ഇവിടുത്തെ ഉപാസനാമൂർത്തികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അത്യാഗ്രഹം മനസ്സിൽ വെച്ച് നടക്കുന്നവരെ ആരെയും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അതുവരെ നിങ്ങൾക്ക് ഇവിടെ ഒരു ആന്തരി ഉണ്ടാവുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. ഒരാണ് ഈ വീട്ടിൽ വേണമെന്ന് പറഞ്ഞ് പോവാണ്. എന്നാൽ ഈ സമയം ദാസ് രഘുവിനെ വിളിപ്പിച്ചിട്ടുണ്ടാവുക, വിനയൻ വന്നിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. വിനയന് ഇങ്ങനെ ഒരു NOC കിട്ടണം, ആ NOC കിട്ടിയാൽ മാത്രമാണ് ഈ കേസ് ഇങ്ങനെ പിൻവലിക്കണം എങ്കിൽ മാത്രമാണ് ഇനിയിപ്പോൾ വിനയൻ്റെ കാര്യങ്ങൾക്ക് ഒരു മുന്നോട്ട് ഒരു കാര്യമുണ്ടാവുള്ളൂ. കാരണം വിനയന് ആ ജോലി അത്യാവശ്യമാണ് എന്ന് വിനയൻ പറയുന്നു. വിനയൻ നേരായി അതുകൊണ്ട് തന്നെ നമുക്ക് കേസ് പിൻവലിച്ചുകൂടെ എന്നൊക്കെ ദാസ് ഇങ്ങനെ ചോദിക്കുകയാണ്. ഉടൻ തന്നെ രഘു പറയാണ്, എനിക്കത് പറയാൻ കഴിയില്ല. കാരണം ഇത്രയും നാളും പഞ്ചരത്നത്തിലെ അംഗങ്ങളൊക്കെ എൻ്റെ അനിയത്തിമാർ, എൻ്റെ സഹോദരിമാർ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. എൻ്റെ ഭാര്യയുടെ അനിയത്തിമാർ എന്ന കണ്ണിലൂടെ ഞാൻ കണ്ടിട്ടില്ല. അവരെൻ്റെ സ്വന്തം പെങ്ങൾ എന്ന ലെവലിലാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ആ വീട്ടിൽ ഞാനൊരു പുറമ്പോക്കാണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുമ്പോൾ ദാസ് പറയണം, അതൊന്നുമില്ല, അണ്ണ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. മാഷ് ഒരിക്കലും എന്നെ അങ്ങനെ കാണില്ല. അമ്മാവൻ ഇന്നും അമ്മാവൻ്റെ പെങ്ങളുടെ മകൾ എന്ന ആ ഒരു മകൻ്റെ സ്ഥാനം തന്നെയാണ് എനിക്ക് തന്നിട്ടുള്ളത്. പക്ഷേ മറ്റുള്ളവർ അങ്ങനെയല്ലല്ലോ. അതിന് മാത്രം എന്ത് പ്രശ്നമാടാ നിനക്ക് അവിടെ ഉണ്ടായതെന്ന് പറയുമ്പോൾ ദയ ആ കണ്ടതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയണേട്ടാ. അപ്പോൾ ദാസിനത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെ ദാസ് പറയണേ, ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ, ഒരിക്കലും അത് ശരിയാവുന്ന കാര്യമില്ല. ഇതിന് എന്തെങ്കിലും ഒരു തിരിച്ചടി അവൾക്ക് കൊടുക്കണം, എങ്കിലാണ് അവളൊന്ന് ഒതുങ്ങുകയുള്ളൂ. കാരണം അവൾ ഈ ലെവലിൽ പോയി കഴിഞ്ഞാൽ അണ്ണൻ്റെ മനസ്സമാധാനം പോവും. അതുകൊണ്ടായിരിക്കും എൻ്റെ അണ്ണൻ ആ പഞ്ചരത്നത്തിൽ നിന്നും വിട്ടുപോരാത്തത്. കന്യാശിനിയും മനയിൽ നിങ്ങളങ്ങ് കൊണ്ടുവന്നത് മുതൽ അണ്ണൻ അങ്ങോട്ട് തന്നെ തിരിച്ചു പോയതും അതുകൊണ്ട് തന്നെ ആയിരിക്കും. മക്കൾ തമ്മിൽ കടിപിടി കൂടുന്നത് കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് രഘു അവളൊരു അങ്ങനെയുള്ളൊരു സ്വഭാവമാണെന്ന് കരുതിയേക്ക്. സുശീലയുടെ പ്രവർത്തനം എനിക്കറിയില്ല, അതുപോലെ ഒരു പെണ്ണ് എന്നങ്ങ് കരുതിയേക്ക്. കഴിയുന്നതും മനസ്സമാധാനം കളയണ്ട, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. എന്നാൽ ഈ സമയം ആദ്യം ദയയിൽ നിന്ന് തന്നെയാണ് തമ്പായി നോട്ടമിടുന്നത്. ദയ ആദ്യം പേടിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി നിർത്താമെന്നാണ്. പക്ഷെ ദയ അതിലൊന്നും വീഴില്ല. ദയക്ക് ഈ പണം സ്വത്ത് എന്നുള്ള ആർത്തി കൊണ്ട് തന്നെ ദയ തൻ്റെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയാണ്. അപ്പോൾ തന്നെ അമ്പിളിയുടെ ഇടയിലും അനുപമയുടെ ഇടയിലും ചിരുവിൻ്റെ ഇടയിലൊക്കെ തോന്നി തുടങ്ങാണ്, സമ്പത്ത് വന്നതിൽ പിന്നെ എൻ്റെ 2 അനിയത്തിമാർ അവരെല്ലാതായി മാറിയിരിക്കുന്നു എന്ന് തോന്നുന്നതുകൊണ്ട് തന്നെ അവർ പഞ്ചരത്നത്തിലോട്ട് തിരിച്ചു പോവാണ്. അവിടെ പോകുമ്പോഴാണ് ഇവർക്കുള്ള തിരിച്ചടി കിട്ടുന്നത് കേട്ടോ. തമ്പായിൽ നിന്ന് ഓരോ പേടിപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങൾ ഇവർക്ക് മുന്നിലങ്ങ് വരുമ്പോൾ ഇവർക്ക് മനയും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ഓടുന്ന ആ സീനുകൾ വരാനിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രഘുവിനാണെങ്കിലും കണ്ണു തുറന്നിരിക്കുകയാണ്. രഘു ഇനി ആരുടെയും കാര്യത്തിൽ അധികം താൻ ഇടപെടില്ല. തൻ്റെ അമ്മാവൻ, തൻ്റെ ഭാര്യ, തൻ്റെ കുഞ്ഞ് എന്ന ആ ഒരു തീരുമാനത്തിലോട്ട് പോകുമ്പോൾ ദാസ് ആ സത്യങ്ങൾ വീണ്ടും പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒരിക്കലും ആവരുത്. ഈ കാട്ടിയവരെല്ലാം തൻ്റെ മുന്നിലോട്ട് വരും രഘു. അന്ന് തൻ്റെ മുന്നിൽ കുറ്റബോധം കൊണ്ട് നീറുന്ന ആ നാളുകൾ തനിക്ക് കാണാൻ കഴിയുമെന്നൊക്കെ പറയുമ്പോൾ രഘു പറയണേ, എനിക്ക് അങ്ങനെ ഒരു വേദനയൊന്നും എൻ്റെ കൺമുന്നിൽ കാണേണ്ട, അവരെപ്പോഴാണെങ്കിലും സുഖമായി ജീവിക്കട്ടെ എന്ന ചിന്തയിൽ മാത്രമേ ഉൾക്കൊള്ളൂ. പണ്ടത്തെ രഘുവാണെങ്കിൽ ഇപ്പോഴും ഇതിന് തിരിച്ചടി കൊടുത്തിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ.